بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സാം വലൈക്കും വർഹമത്തുള്ള ബിസ്മില്ല അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇസ്ലാമിൻ്റെ വളർച്ച മുശ്രിക്കീങ്ങളെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തി. വളർച്ചയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു തടയിടണം. അതിന് പല മാർഗങ്ങൾ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ തീരുമാനിച്ചത് ബനു ഹാഷിം, ബനു മുത്തലിബ്, റസൂലുള്ളാഹിയുടെ കുടുംബത്തിനെതിരെ, ആ കുടുംബത്തിൽപ്പെട്ടവർക്കെതിരെ ഒരു കരാർ എഴുതി. എന്താണ് കരാറ്? ഇനി അവരിൽ നിന്ന് കല്യാണം കഴിക്കരുത്, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത്. വലാ യബീഉഹും ഷൈഅൻ വലാ യബ്തഉ മിൻഹു, അവരോട് കച്ചവടം ചെയ്യരുത്, അവരുടെ ഭാഗത്തു നിന്നൊന്നും വാങ്ങാനും പാടില്ല. എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തുക. ഒരു ഭക്ഷണ സാധനങ്ങളും കിട്ടാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ? ഒന്നും അവർക്ക് കച്ചവടം ചെയ്യരുത്, അങ്ങനെ അവർ പ്രയാസപ്പെടണം. അവരുടെ സാധനങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായും അവർ തകരും. അവരുടെ ഭാഗത്തു നിന്നൊന്നും വാങ്ങുകയും ചെയ്യരുത്. യുളയ്യിഖു അലൈഹിം, അവർക്ക് ഇടുക്കമുണ്ടാക്കണം. വല യുജാലിസൂഹും, അവരുടെ കൂടെ ഇരിക്കരുത്. വല യുഹാലിത്തൂഹും, അവരുമായി ഇടകലരരുത്. ഇതെല്ലാം എന്തിനാണ്? ബന്ധം വിച്ഛേദിക്കാൻ പറഞ്ഞു, കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു, കച്ചവടം ചെയ്യരുത്, ഒന്നും അവരിൽ നിന്ന് വാങ്ങരുത്, അവരെ പ്രയാസപ്പെടുത്തണം, അവരുടെ കൂടെ ഇരിക്കരുത്. ഇതെല്ലാം എന്തിനാണ്? ഹത്താ യുസല്ലിമു ഇലൈഹിം റസൂലുള്ളാഹി ലിൽ ഖത്ൽ, മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി വിട്ടുതരുന്നതുവരെ ഇത് തുടരും. ഇപ്പൊ ബനു ഹാഷിം, ബനു മുത്തലിബ്, നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് വധിക്കാൻ വിട്ടുതരണം. അറബികളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പ്രതികാരം ചെയ്യും. ഇപ്പോൾ കുടുംബത്തോട് തന്നെ റസൂലുള്ളാഹി ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ബനു ഹാഷിമിൽപ്പെട്ട മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലാത്ത പക്ഷം നിങ്ങളുമായി ഞങ്ങൾ ബന്ധം വിച്ഛേദിക്കും. സുമ്മ അല്ലഖു അസ്സഹീഫ ഫീ ജൗഫിൽ കഅബ, എഴുതിയ കരാർ കഅബയുടെ ഉള്ളിൽ അവർ തൂക്കി. കാരണം ഇത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് അവരെ അറിയിക്കാൻ അത് കഅബയുടെ ഉള്ളിൽ അവർ ആ കരാർ എഴുതി തൂക്കിയിട്ടു. മൻസൂർ ഇബ്നു ഇക്രിമ എന്നു പേരുള്ള വ്യക്തിയാണത് എഴുതിയത്. റസൂലുള്ളാഹി അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ പിന്നീട് ആ കൈ തളരുകയും പിന്നീട് അത് അയാൾക്ക് ഉപകാരപ്പെടുകയും ചെയ്തിട്ടില്ല എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹിക്കെതിരെ, ബനു ഹാഷിമിനെതിരെ, ബനു മുത്തലിബിനെതിരെ ഖുറൈശികൾ ഒരു കരാറ് തുടങ്ങിയിരിക്കുന്നു. അബൂ താലിബ് ബനു ഹാഷിമിനോടും ബനു മുത്തലിബിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ കുടുംബം മുന്നിട്ട് വന്നു. അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചതല്ല, ബഹുഭൂരിപക്ഷവും ഷിർക്കിൽ കഴിയുന്നവർ തന്നെയാണ്. ഷിർക്കിൽ ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർ അബൂ താലിബിന്റെ ആ ക്ഷണം സ്വീകരിച്ച് റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ അവർ മുന്നോട്ട് വന്നു. എന്നാൽ അബൂ ലഹബ്, റസൂലുള്ളാഹിയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബ് അതിൽ നിന്ന് മാറി നിന്നു. ബനു ഹാഷിമിന്റെ മലയിടുക്കുകളിലേക്ക് മാറിപ്പോകാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂ താലിബ്, ബനു ഹാഷിം, ബനു മുത്തലിബ് അവർ മാറിക്കഴിയുകയാണ്. എത്ര ശക്തമായ പരീക്ഷണമായിരിക്കും, എത്ര ശക്തമായ ഉപരോധമായിരിക്കും! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുകൊടുക്കാൻ, റസൂലുള്ളാഹിയെ വധിക്കാൻ പ്രവാചകന്റെ കുടുംബം തയ്യാറായിരുന്നില്ല. ഇത് നബുവത്തിന്റെ 7-ാം വർഷം മുഹറം മാസത്തിലാണ് ആരംഭിക്കുന്നത്. 3 വർഷക്കാലത്ത് ഈ ഉപരോധം നീണ്ടുനിന്നു. 3 വർഷം അവരുടെ കമ്പോളങ്ങൾ അടച്ചു, കടകൾ അടച്ചു. ബനു ഹാഷിമിനെ തൊട്ട് ബനു മുത്തലിബിനെ തൊട്ട് അങ്ങാടികളിലേക്കുള്ള പ്രവേശനങ്ങൾ നിഷേധിച്ചു. അങ്ങനെ ശക്തമായ ഉപരോധം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് അബൂ ത്വാലിബിന് വലിയ ഒരു പേടിയുണ്ടായിരുന്നു. അഥവാ കണ്ണു വെട്ടിച്ചുകൊണ്ട് ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വരുമോ
പലപ്പോഴും അബൂ ത്വാലിബ് അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രി ജനങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും പ്രവാചകന്റെ വിരിപ്പിൽ അബൂ ത്വാലിബിന്റെ മക്കളെ കിടത്തുകയും അവരുടെ വിരിപ്പിൽ റസൂലുള്ളാഹിയെ കൊണ്ടുചെന്ന് കിടത്തുകയും ചെയ്യും. അപ്പൊ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബ് സ്നേഹിച്ചിട്ടുണ്ടാകും. പലപ്പോഴും അബൂ ത്വാലിബ് അദ്ദേഹത്തിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് നിർത്തിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 3 വർഷക്കാലം ഉപരോധം തുടർന്നു. അതിനിടയിൽ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയും പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ഈ ഒരു കാലയളവിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ ജനനം. അബ്ബാസ് റളിയല്ലാഹു തആലയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന്റെ ജനനം ഈ ഒരു ഉപരോധത്തിന്റെ കാലയളവിലാണ്. ഖുറൈശികൾ ശക്തമായ ക്രൂരത അവർ തുടർന്നുകൊണ്ടേയിരുന്നു. മുസ്ലിമീങ്ങൾക്കൊന്നും നൽകിയില്ല എന്നു മാത്രമല്ല, പുറത്തുനിന്നു വല്ല കച്ചവട സംഘവും എത്തിയാൽ അവരിൽ നിന്ന് ഇരട്ടി വിലക്ക് ഖുറൈശികൾ വസ്തുക്കൾ വാങ്ങി, സാധനങ്ങൾ വാങ്ങി പെട്ടെന്ന് ആ കച്ചവടം തീർക്കും. ഇതെന്തിനാണ് ഇരട്ടി വിലക്ക് വാങ്ങുന്നത്? മക്കയിൽ വല്ല പ്രയാസങ്ങളുണ്ടോ? മക്കയിൽ വല്ല ദാരിദ്ര്യമുണ്ടോ? ഇതൊന്നുമില്ല. മറിച്ച് ഇതൊരിക്കലും ബനു ഹാഷിമിന് ലഭിക്കരുത്, ബനു മുത്തലിബിന് ലഭിക്കരുത്. അവര് പട്ടിണി കിടക്കണം, അവര് പ്രയാസപ്പെടണം, അവിടെയുള്ള കുട്ടികൾ പോലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരയണം. ആ ക്രൂര മനസ്സോടുകൂടെ പുറത്തുനിന്ന് വല്ല കച്ചവടക്കാരും വന്നു കഴിഞ്ഞാൽ ഇരട്ടി വില നൽകി അവർ പെട്ടെന്ന് കച്ചവടങ്ങൾ തീരുമാനമാക്കിയിരുന്നു. മുസ്ലിമീങ്ങൾ പട്ടിണി അനുഭവിച്ചു. പലപ്പോഴും മുസ്ലിം കൂട്ടത്തിൽ നിന്ന് അവിടെയുള്ള ചെറിയ കുട്ടികൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന ആ പൈതാഹം കേൾക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അതൊന്നും മുശ്രിക്കുകളുടെ, ഖുറൈശികളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലകൾ കടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്താണ് ഭക്ഷണം? ഇലയാണ് ഭക്ഷണം. മരത്തിന്റെ വേരും മരത്തിന്റെ തോലും അത് വെള്ളത്തിൽ കുതിർത്ത് അത് കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ആടുമാടുകൾ വിസർജിക്കുന്ന രൂപത്തിൽ ഒടുവിൽ വിസർജിക്കുന്ന സാഹചര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രത്തിലുണ്ടായി. മഹാനായ സഅദ് ബിൻ അബി വക്കാസ് അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഖറത്തു മിനൽ ലൈലി അബൂൽ, ഒരിക്കൽ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നു. മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ശബ്ദം, ആ നിലത്ത് പതിച്ചിടത്തു നിന്ന് ശബ്ദത്തിനൊരു മാറ്റം. മണ്ണ് മാറ്റി നോക്കിയപ്പോഴാണ് ഒട്ടകത്തിന്റെ തോല് താഴെ കിടക്കുന്നു. ഫഅഖത്തുഹ വഗസൽതുഹ, ഞാനത് എടുത്തു, ഞാനത് കഴുകി, അത് കഴുകി ശുദ്ധിയാക്കി, അത് കരിച്ച്, അത് പൊടിച്ച്, അത് വെള്ളത്തിൽ ചേർത്തുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. അപ്പൊ എത്ര പട്ടിണിയായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ കഴിയോ അങ്ങനെ ഒരു അവസ്ഥ? നിലത്ത് വീണ ഒരു ഭക്ഷണം തന്നെ പല ആളുകളും അതൊന്ന് കഴുകി അത് വൃത്തിയാക്കി കഴിക്കാൻ പോലും പല ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഒട്ടകത്തിന്റെ തോൽ അത് കരിച്ച് അത് വെള്ളത്തിൽ ചേർത്ത് അങ്ങനെ കഴിക്കുന്ന കൊടും പട്ടിണിയുടെ ദിവസങ്ങളാണ്. അദ്ദേഹം പറയാണ്, 3 ദിവസം എനിക്ക് വിശപ്പിൽ നിന്ന് ഒരു ആശ്വാസം ലഭിച്ചു. പട്ടിണി കൂടിക്കൊണ്ടേയിരുന്നു. ഈ പ്രയാസങ്ങൾക്കിടയിൽ രഹസ്യമായി മുസ്ലിമീങ്ങളെ സഹായിച്ച, ഭക്ഷണം മുസ്ലിമീങ്ങളിലേക്ക് എത്തിച്ച ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട വ്യക്തിയാണ് ഒന്ന് ഹക്കീം ഇബ്നു ഹിസാം. ഖദീജ റളിയല്ലാഹു തആലയുടെ സഹോദര പുത്രനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഹിഷാം ഇബ്നു അംർ, അദ്ദേഹം രാത്രി ഒട്ടകപ്പുറത്തു ഭക്ഷണം നിറച്ചു വെക്കുകയും എന്നിട്ട് ആ മലയിടുക്കുകളുടെ ഭാഗത്തേക്ക് ഒട്ടകത്തെ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ കൊടും പട്ടിണിക്കിടയിലും മുസ്ലിമീങ്ങൾക്ക് ആശ്വാസമായി, മുസ്ലിമീങ്ങൾക്ക് താങ്ങായി ഇവർ നിലകൊണ്ടു. പട്ടിണിയുടെ പ്രയാസങ്ങളുടെ ദിനരാത്രങ്ങൾ തുടർക്കഥയാണ്. 3 വർഷം ആ ഉപരോധം നീണ്ടുനിന്നു. ആ ഉപരോധത്തിന്റെ അവസാനം എന്തായിരുന്നു എന്നും പിന്നീടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റു ഭാഗങ്ങളും നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.